Good morning, my dear students. Welcome to the online platform of KTCT College of Arts and Science, Kallambaram. I am Asmi H. from the Department of Economics, KTCT College of Arts and Science, Kallambaram. Today, I am here to present an interesting paper in economics, that is Informatics for Applied Econometrics. This paper introduces a plethora of online resources and also provide an exposition to econometric concepts and techniques. In this session, I will deal with the first module of this paper, that is role of ICT in economics. Now I am directly going to discuss about the first part of this module, that is InflipNet. The InflipNet stands for Information and Library Network. Information and Library Network എന്നതാണ് InflipNetന്റെ പൂർണ്ണരൂപം. It is an autonomous inter-university center of the University Grant Commission under Ministry of Human Resource Development. Ministry of Human Resource Developmentന്റെ അധീനതയിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നടപ്പിലാക്കിയ ഒരു സ്വയംഭരണാധികാരമുള്ള ഇന്റർ-യൂണിവേഴ്സിറ്റി സെന്ററാണ് ഇൻഫ്ലിപ്നെറ്റ്. ഇറ്റ് വാസ് ലൊക്കേറ്റഡ് അറ്റ് ഗാന്ധിനഗർ, ഗുജറാത്ത്. ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് ഇതിന്റെ ആസ്ഥാനം. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ മാർച്ച് 1991. 1991 മാർച്ചിലാണ് ഇത് സ്ഥാപിതമായത്. Initially, it started as a national project under Inter-University Center for Astronomy and Astrophysics. തുടക്കത്തിൽ ഇന്റർ-യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിന്റെ കീഴിലുള്ള ഒരു ദേശീയ ലെവൽ പ്രോജക്റ്റ് ആയിരുന്നു ഇൻഫ്ലിപ്നെറ്റ്. ലേറ്റർ ഇറ്റ് ബിക്കെയിം ആൻ ഇൻഡിപെൻഡന്റ് ഇന്റർ-യൂണിവേഴ്സിറ്റി സെന്റർ ഇൻ ജൂൺ 1996. പിന്നീട് 1996 ജൂൺ മുതൽ ഇതൊരു സ്വതന്ത്ര ഇന്റർ-യൂണിവേഴ്സിറ്റി സെന്ററായി അറിയപ്പെടാൻ തുടങ്ങി. Objectives of InflipNet. The following are the major objectives of InflipNet. First one, to promote and implement computerization. ഇന്ത്യയിലുടനീളമുള്ള ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി സെന്റേഴ്സുകളിൽ കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പിലാക്കുക. സെക്കൻഡ് വൺ, ടു ഇവോൾവ് സ്റ്റാൻഡേർഡ് യൂണിഫോം ഗൈഡ് ലൈൻസ്. ഇന്ത്യയിലുടനീളമുള്ള ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി സെന്റേഴ്സുകളിൽ ഒരേപോലെയുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക. Third one, to provide reliable access to document collection of libraries. ഇൻഫ്ലിപ്നെറ്റിന്റെ സഹായത്തോടെ ഇന്ത്യയിലുടനീളമുള്ള ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി സെന്റേഴ്സുകളിൽ നിന്നുമുള്ള വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. And fourth one, to provide access to bibliographic information sources. ഇന്ത്യയിലുടനീളമുള്ള ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്റേഴ്സുകളിൽ ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ സ്രോതസ്സുകളുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. And fifth one, to develop new methods and techniques for archival. വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് പുതിയ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് വികസിപ്പിക്കുക. And sixth one, to optimize information resource utilization. ഇൻഫർമേഷൻ റിസോഴ്സസുകളുടെ ഉപയോഗത്തെ മാക്സിമൈസ് ചെയ്യുക. ആൻഡ് സെവൻത്ത് വൺ, ടു എൻകറേജ് കോപ്പറേഷൻ എമംഗ് ലൈബ്രറീസ്, ഡോക്യുമെന്റേഷൻ സെന്റേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ സെന്റേഴ്സ് ഇൻ ദി കൺട്രി. ലോകത്താകമാനമുള്ള ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി സെന്റേഴ്സുകളുമായി പരസ്പര സഹകരണ മനോഭാവം പുലർത്തുക. Next, functions of InflipNet. The following are the major functions of InflipNet. First one, to facilitate academic communication. Academic communication സുഗമമാക്കുക. Second one, to undertake system design and studies in the field of communications, computer networking, information handling, etc. Information handling, computer networking, communication തുടങ്ങിയ മേഖലകളിൽ സിസ്റ്റം ഡിസൈൻസ് ആൻഡ് സ്റ്റഡീസ് ഏർപ്പെടുത്തുക. Third one, to establish appropriate control and monitoring system for the communication network. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുമായി ബന്ധപ്പെട്ട് ഉചിതമായ നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും നടപ്പിലാക്കുക. നെക്സ്റ്റ് വൺ, ടു കൊളാബറേറ്റ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലൈബ്രറീസ്, ഇൻഫർമേഷൻ സെന്റേഴ്സ് ആൻഡ് അതർ ഓർഗനൈസേഷൻ. ഇൻഫ്ലിപ്നെറ്റിന്റെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ ഉടനീളമുള്ള ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി സെന്റേഴ്സുകളുമായി പരസ്പര സഹകരണ മനോഭാവം പുലർത്തുക.
And last one, to generate revenue. InflipNetന്റെ സുഗമമായ നടത്തിപ്പിന് വരുമാനം കണ്ടെത്തുക. Goals of InflipNet. The following are the major goals of InflipNet. First one, achieve complete automation of libraries in educational institution. ഇന്ത്യയിൽ ഉടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലൈബ്രറീസുകളിൽ കംപ്ലീറ്റ് ഓട്ടോമേഷൻ നടപ്പിലാക്കുക. സെക്കൻഡ് വൺ, ടു പ്രൊമോട്ട് സെറ്റിംഗ് അപ്പ് ഓഫ് ഓപ്പൺ ആക്സസ് ഡിജിറ്റൽ റെപ്പോസിറ്ററീസ് ഇൻ യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസുകളിൽ ഓപ്പൺ ആക്സസ് ഡിജിറ്റൽ റെപ്പോസിറ്ററീസ് പ്രോത്സാഹിപ്പിക്കുക. Next, services and activities. The InflipNet achieve its objectives through the following services and activities. First one, database management. It is a system to design, manipulate, retrieve and manage data in database. ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി സെൻറ്റേഴ്സുകളിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളെ ഡേറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്ന സിസ്റ്റമാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ്. ഇത്തരത്തിൽ ഇൻഫ്ലിപ്നെറ്റ് കൈകാര്യം ചെയ്യുന്ന ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇൻഡിക്കാറ്റ്. സെക്കൻഡ് വൺ, നെറ്റ്വർക്കിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. In this area, InflipNet created for promoting research and development activities in area of networking and quality management. Quality management, networking പോലെയുള്ള ഏരിയാസുകളിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുകയാണ് നെറ്റ്വർക്കിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിൽ InflipNet ചെയ്യുന്നത്. Third one, software research and development. It is to develop library automation software and its future development of new technology concerned to library automation activities in libraries. ലൈബ്രറീസുകളിൽ ലൈബ്രറി ഓട്ടോമേഷൻ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ലൈബ്രറി ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. And fourth one, human resource development. InflipNet also support to the institutions, colleges and universities to train their library staff under seminars, workshops, training courses, program every year. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലിപ്നെറ്റിൻ്റെ അണ്ടർ കീഴിൽ എല്ലാ വർഷവും ഇൻഫർമേഷൻ സെൻറ്റേഴ്സുകളിലെയും കോളേജസുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും എല്ലാ സ്റ്റാഫുകൾക്കും സെമിനാർ, വർക്ക്ഷോപ്പ്, ട്രെയിനിങ് പോലെയുള്ള ആക്ടിവിറ്റീസ് InflipNet നടത്താറുണ്ട്. നെക്സ്റ്റ് വൺ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. The InflipNet create electronic thesis and dissertation database for the researchers. It is fully open to the readers all over the world. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്താൽ ഇൻഫ്ലിപ്നെറ്റ് റിസർച്ചേഴ്സിന് വേണ്ടി ഇലക്ട്രോണിക് തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള റീഡേഴ്സിന് ഫുള്ളി ഓപ്പൺ ആണ്. And last one, e-Pathshala. The Ministry of Human Resource Development under its National Mission on Education through Information and Communication Technology has assigned work to the University Grant Commission for development of content in 77 subjects in PG level. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ അധീനതയിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇൻഫ്ലിപ്നെറ്റിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ മിഷനാണ് e-Pathshala. In this session, first we will discuss about the introduction of InflipNet. Then we discuss about the objectives, functions, goals, service and activities of InflipNet. I hope all are enjoying this session. Thank you. Stay home and stay safe.